തിരുവനന്തപുരം നഗരസഭയിലെ SC/ST ഫണ്ട് തട്ടിപ്പ് കേസിൽ 14 പേർ അറസ്റ്റിൽ. നഗരസഭാ ജീവനക്കാരായ പ്രവീൺ രാജ്, ഷെഫിൻ MP എന്നിവരുൾപ്പെടെയുള്ള പ്രതികളെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. നഗരസഭയിലെ SC/ST BPL വിഭാഗങ്ങൾക്കുള്ള സബ്സിഡി ഫണ്ട് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലായാണ് 14 പേരുടെ അറസ്റ്റ്. നഗരസഭയിൽ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർമാരായിരുന്ന തിരുവനന്തപുരം കാഞ്ഞിരംകുളം സ്വദേശി പ്രവീൺ രാജ്, ബാലരാമപുരം സ്വദേശി ഷെഫിൻ MP, പട്ടം സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് മാനേജർ സോണി എന്നിവരുൾപ്പെടെയാണ് അറസ്റ്റിലായത്. നഗരസഭയിലെ SC/ST പ്രൊമോട്ടറായിരുന്ന സിന്ധു, സഹായ്, അജിത എന്നിവർക്കൊപ്പം ഇടനിലക്കാരെ പ്രവർത്തിച്ച 9 പേരെയും വിജിലൻസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2020-21 സാമ്പത്തിക വർഷത്തിൽ SC/ST വിഭാഗത്തിലെ വനിതകൾക്കും 2021-22 സാമ്പത്തിക വർഷത്തിൽ BPL വിഭാഗത്തിലെ വനിതകൾക്കും സംരംഭം തുടങ്ങാനാണ് തിരുവനന്തപുരം നഗരസഭ സബ്സിഡി ലോൺ നൽകിയിരുന്നത്. 2020-21 സംരംഭം തുടങ്ങാൻ 1,26 ലക്ഷം രൂപയും 2021-22 1,14 ലക്ഷം രൂപയുമാണ് സബ്സിഡി ലോണായി അനുവദിച്ചത്. എന്നാൽ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വ്യക്തികൾക്ക് പ്രതികൾ സബ്സിഡി തുക നൽകി. സബ്സിഡി മാനദണ്ഡങ്ങൾ പാലിക്കാതെ മാർഗരേഖകൾ ലംഘിച്ചും സബ്സിഡി അനുവദിച്ചു. രേഖകൾ ഓഫീസിൽ നിന്നും മാറ്റി തെളിവുകളും നശിപ്പിച്ചു. പട്ടം സർവീസ് സഹകരണ ബാങ്കിൽ ഇടനിലക്കാരിയായി സിന്ധു ആരംഭിച്ച അശ്വതി സപ്ലയേഴ്സ് എന്ന വ്യാജ സ്ഥാപനത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കും അതുവഴി മറ്റുള്ളവരുടെ അക്കൗണ്ടുകളിലേക്കും പണം മാറ്റിയതായും കണ്ടെത്തിയിരുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നഗരസഭാ മേയർ മ്യൂസിയം പോലീസിൽ പരാതി നൽകിയിരുന്നു. പിന്നീട് കേസ് വിജിലൻസിന് കൈമാറുകയായിരുന്നു. പിന്നാലെയാണ് കേസിൽ 14 പേരെ അറസ്റ്റ് ചെയ്തത്. വിജിലൻസ് കോടതി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.